ഒരു കിലോ അരി രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തു. ഇനി ഇത് പൊടിച്ച് വെക്കാം. പുട്ടിന് പൊടിക്കാം. പുട്ടിന് പൊടിച്ച് വെച്ചിട്ട് അവലോസുണ്ട ഉണ്ടാക്കാം. വെള്ളത്തിൽ നിന്ന് വാരുക ആദ്യം. soaked in water and grinding this rice. കഴുകി അരി ഒരു നെറ്റ് തുണിയിലേക്ക് വെള്ളം വാരാൻ വയ്ക്കുന്നു. എല്ലാം വെള്ളമനായിട്ട് വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത് വെക്കുന്നു. വെള്ളം വാർന്നു കഴിഞ്ഞിട്ട് പൊടിക്കാം. മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കാനും കുഴപ്പമില്ല. soaked in water, capsule draining water. കുതിർത്ത അരി വെള്ളം നല്ലതായിട്ട് വാരി വെച്ചു. ഇനി പൊടിക്കാം. ഡ്രൈ ഗ്രൈൻഡറിൽ ഈ അരിയെല്ലാം പൊടിച്ചെടുക്കണം. കുറച്ച് തരിയോടുകൂടി പുട്ടിന് പൊടിക്കുന്ന രീതിയിൽ പൊടിക്കുന്നു. ആദ്യത്തെ പൊടി അരിയെല്ലാം മിക്സിയിൽ പൊടിച്ചു വെച്ചു. ഇനി ഇത് വറുത്തെടുക്കണം. അവലോസുണ്ട ഉണ്ടാക്കാനുള്ള അരിപ്പൊടി പുറത്ത് വിറകടുപ്പിൽ വറക്കാൻ പോകുന്നു. അരിപ്പൊടി വറക്കാൻ വെച്ചു. ചെറിയ തീയിൽ വറുത്തുകൊണ്ടിരിക്കുന്ന ആവി പോയിത്തുടങ്ങി. വെള്ളം അരിക്കകത്ത് വെള്ളമൊക്കെ സ്റ്റീമായി പോയിത്തുടങ്ങി. അരിപ്പൊടി വറുക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറായി. പൊടി ഉണങ്ങിത്തുടങ്ങി. ഓടിത്തുടങ്ങി. വെള്ളം വറ്റിത്തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് യെല്ലോ കളറായി. ഗോൾഡൻ യെല്ലോ കളറായി. 1 മണിക്കൂർ കൂടെ വറുക്കണം. കട്ട പിടിച്ച് പൊട്ടുന്നില്ല. ടൈറ്റായിട്ടിരിക്കുന്നു. കട്ടകളൊക്കെ ഉണ്ട്. മിക്സിയിൽ അടിക്കുമ്പോൾ കട്ടയൊക്കെ എടുക്കണം. അരിപ്പൊടി വറുത്ത് തീരാറായി. ചുമന്നു തുടങ്ങി. തീ കുത്തിയിട്ട് അത് കെട്ടിക്കരിഞ്ഞു പോയി. റെഡ് കളറായി. ഗോൾഡൻ യെല്ലോ കളറായിക്കൊണ്ടിരിക്കുന്നു. ഇളക്കാതിരുന്നാൽ ചുമന്നില്ല.
ഒരു ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. നമുക്കൊരു നോക്കി തീയിലേൽ ചൂടായിക്കോളും. അരി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഏലക്ക പഞ്ചസാരയും മിക്സിയിൽ പൊടിച്ചെടുക്കണം. പഞ്ചസാര ഇടുന്നു, ഏലക്ക തന്നെ ഇത്രയേ ഉള്ളൂ. പഞ്ചസാരയോട്ട് പൊടിക്കാം. 1/2 കിലോ വെല്ലം ശർക്കര അതും പൊടിച്ചെടുക്കുന്നു. ഒരു തേങ്ങ ചിരണ്ടി വെല്ലവും പൊടിച്ച് മിക്സ് ചെയ്യാം. അരിപ്പൊടി വറുത്ത് വെച്ചിട്ടുണ്ട്. ഉലുവസുണ്ട ഉണ്ടാക്കാനുള്ള തേങ്ങ ചിരണ്ടി വെച്ചു. ഒരു തേങ്ങയുണ്ട്. വെല്ലം ഈ ഇടിയല്ലിട്ട് പൊടിച്ചെടുക്കുന്നു. കുറച്ച് പൊടിച്ചെടുക്കും, ബാക്കിയുള്ള മിക്സിയിൽ അടിക്കാം. ഇങ്ങനെ അടിച്ചാൽ മിക്സിയുടെ ബ്ലേഡ് പൊട്ടിപ്പോകും. ഇടികല്ലിട്ട് കുറച്ച് പൊടിച്ചിട്ട് ബാക്കി ഗ്രൈൻഡറിലിടാം. കുറച്ച് അവലോസ് പൊടി ഈ ഏലക്കായ്ക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഏലക്ക പൊടിയാണ് എളുപ്പത്തിൽ. ഏലക്കയും പഞ്ചസാരയും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ച് ഈ പൊടിയുടെ എല്ലാം ഈ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. വറുത്തരിപ്പൊടി കട്ടയൊക്കെ പൊടിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തു. ഇനി തേങ്ങയും ശർക്കരയും കൂടെ മിക്സിയിൽ അടിച്ച് ഇതിലേക്ക് ചേർക്കണം. ഒരു തുള്ളി ഉപ്പും ചേർക്കണം. ഒരു തേങ്ങയുണ്ട്. ശർക്കര 1/4 കിലോയോളം ഉണ്ടാവും. ഇതും ശർക്കരയും ഇട്ട് മിക്സ് ചെയ്യും. തേങ്ങയും ശർക്കരയും കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. വേണ്ടി ഒരു ഉപ്പ് ഇതിലേക്ക് ചേർക്കണം. അവലോസ് പൊടിയിലേക്ക് തേങ്ങയും ശർക്കരയും മിക്സിയിൽ അടിക്കാൻ എടുത്ത് വെച്ചു. എല്ലാം തേങ്ങയും അരിപ്പൊടിയിലേക്ക് പൊടിച്ചിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ബോളാക്കി അവലോസ് ഉണ്ടാക്കും. ഇളക്കിയിട്ട് ഇട്ടിട്ട് ശർക്കരയും തേങ്ങയും എല്ലായിടത്തും എത്തിച്ചു ഇളക്കി എത്തിച്ചു. ഇനി അങ്ങനെ 1 കിലോ റേഷൻ ചാക്കരി കൊണ്ട് 62 അവലോസുകൾ ഉണ്ടാക്കി. മാർച്ച് 28 എൻ്റെ ബർത്ത്ഡേ. അപ്പം എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ വയസ്സിൻ്റെ അത്രയും അരിയുണ്ട.